ഹായ് ഫ്രണ്ട്സ്, ജിബിനാണ്. ഇതാണ് ഞാൻ ബീജിങ്ങിൽ താമസിച്ച ഹോട്ടൽ. നമ്മുടെ ഗ്രേറ്റ് വാളിൻ്റെ നേരെ താഴെ തന്നെയാണ്. ഗ്രേറ്റ് വാൾ കണ്ടു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ബീജിങ്ങിന് ഫ്ലൈറ്റ് എടുത്ത് ഈവൂലെത്തി. ഈവൂല് 2-3 ദിവസത്തെ പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈവൂന്ന് ബുള്ളറ്റ് ട്രെയിൻ എടുത്ത് ഗോഞ്ചിലേക്ക് തിരിച്ചു പോവാണ്. അവിടെ ചെന്നിട്ട് വീണ്ടും കാനൺ ഫയറിൻ്റെ അടുത്ത ഫേസും കാര്യങ്ങളൊക്കെ കാണണം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. ദേ വരുന്നു നമ്മുടെ സാധനം. കിടിലൻ രക്ഷയില്ലാത്തായിട്ടാ. ഞാനിപ്പോൾ 2-3 തവണയാണ് ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. ഇതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഏതാണ്ട് ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. ഫുഡും കാര്യങ്ങളും എല്ലാം അതിനുള്ള അടിപൊളിയായിട്ട് കിട്ടും. ഏകദേശം ഒരു 6 മണിക്കൂറിന് മുകളിലേക്ക് എടുക്കുന്ന യാത്രയാണ്. 11 മണിക്ക് വിട്ടാൽ 11-11:30 വിട്ടാൽ വൈകുന്നേരം 6-6:30 അവിടെ എത്തുള്ളൂ. ടൈമിങ് പിന്നെ പക്കയാണ് കേട്ടോ. 6:58 എന്ന് പറഞ്ഞാൽ 6:58 തന്നെ. സ്പീഡൊക്കെ ഉണ്ടാവും. 340-45 പോകുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ചൈനയുടെ ഏതൊക്കെയോ പ്രാന്തപ്രദേശത്തോടെ തന്നെ പോകുന്നു. 10,000 കിലോമീറ്റർ പോകണം. ഞാനിങ്ങനെ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അത്ര തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിക്ക് എത്തിയിട്ട് ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ട് പിന്നെ കസാരയ്ക്ക് തിരിച്ച് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലാണ് ട്രെയിൻ ഓടാൻ പോകണം. എൻ്റെ 7 ഉണ്ടായിരുന്ന സീറ്റ് നമ്പർ അത് 17 മൊത്തത്തിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറ്റി ട്രെയിൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടാൻ തുടങ്ങി. വേറെ ഒന്നുമില്ല, ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരം നിന്നു. വേറെ ട്രെയിനുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അത്രയൊക്കെ തന്നെ നമ്മൾ ട്രെയിനിൽ ഓപ്പോസിറ്റിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നു. അപ്പോൾ ഗോവഞ്ചിയിൽ എത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.